ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. വികസിത് ഭാരത് റോസ്ഗാർ ആന്റ് ആജീവിക മിഷൻ ഗ്രാമീൺ ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം. കഴിഞ്ഞ 10 വർഷത്തിൽ രാജ്യത്തെ യൂറിയ ഉൽപാദനം 306 ലക്ഷം മെട്രിക് ടണ്ണായി ഉയർന്നെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അസമിൽ 10,601 കോടി രൂപയുടെ രാസവളം പ്ലാന്റിന്റെ ശിലാസ്ഥാപനം പ്രധാനമന്ത്രി നിർവഹിച്ചു. യാത്രാ നിരക്ക് പരിഷ്കരിച്ച് ഇന്ത്യൻ റെയിൽവേ. നിരക്ക് വർധന 215 കിലോമീറ്ററിലധികമുള്ള യാത്രകൾക്ക്. ആശയവിനിമയ ഉപഗ്രഹം ബ്ലൂ ബേർഡ് ബ്ലോക്ക് 2 ISRO ബുധനാഴ്ച വിക്ഷേപിക്കും. കേരളത്തിൽ സപ്ലൈകോ ക്രിസ്മസ് പുതുവത്സര ഫെയറുകൾക്ക് നാളെ തുടക്കമാകും. വനിതാ 2020 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ശ്രീലങ്കയെ ബാറ്റിംഗിനയച്ചു. വാർത്തകൾ വിശദമായി. വികസിത് ഭാരത് റോസ്ഗാർ ആന്റ് ആജീവിക മിഷൻ ഗ്രാമീൺ ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം. ഇതോടെ ബിൽ നിയമമായി. ഗ്രാമീണ കുടുംബങ്ങൾക്ക് 125 ദിവസത്തെ തൊഴിൽ നിയമം ഉറപ്പുവരുത്തുന്നു. ജലസുരക്ഷ, ഗ്രാമീണ അടിസ്ഥാന സൌകര്യങ്ങൾ, ഉപജീവനവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൌകര്യങ്ങൾ, കാലാവസ്ഥ ലഘൂകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ എന്നീ മേഖലകളിൽ തൊഴിൽ സൃഷ്ടിക്കാൻ വിഭാവനം ചെയ്യുന്നതാണ് നിയമം. വികസനത്തിനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന്റെ അടുത്ത ചുവടുവയ്പ്പാണ് വികസിത് ഭാരത് ജി-റാം ജി ബിൽ എന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കാർഷിക രംഗത്ത് ബുദ്ധിമുട്ടുകൾ നേരിടുന്ന കർഷകർക്കുള്ള സഹായത്തിനും ബില്ലിൽ വ്യവസ്ഥകളുണ്ടെന്ന് അദ്ദേഹം പരാമർശിച്ചു. विकसित भारत जी-राम जी योजना मनरेगा के आगे का कदम है. मजदूर भाइयों, 100 दिन की नहीं, अब 125 दिन काम की गारंटी है, कानूनी गारंटी. और काम नहीं तो बेरोजगारी भत्ते के प्रावधान को और सशक्त बनाया गया है. मजदूरी अगर देर से मिली तो अतिरिक्त राशि देने का प्रावधान है. और दूसरी तरफ एक विशाल धनराशि जो प्रस्तावित इसी साल है वह 1,51,282 करोड़ रुपए से भी ज्यादा. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ സാന്നിധ്യത്തിൽ ശൂന്യസേ ശതകം ഏക ശതാബ്ദി അടൽ ഭാരത് കി എന്ന പേരിൽ ഇൻഡോറിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. ഡെയിലി കോളേജ് ക്യാമ്പസിൽ ലോക്മാതാ ദേവി അഹല്യഭായിയുടെ പ്രതിമ ഉപരാഷ്ട്രപതി അനാച്ഛാദനം ചെയ്തു. അസമിലെ ദിബ്രുഗഡ് ജില്ലയിലെ നംരൂവിൽ 10,601 കോടി രൂപയുടെ വളം പ്ലാന്റിന്റെ ശിലാസ്ഥാപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. അസമിന് മാത്രമല്ല അയൽ സംസ്ഥാനങ്ങളിലേക്കും വളം ലഭ്യമാക്കാനും ഗണ്യമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും പ്ലാന്റ് സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 10 വർഷത്തിൽ രാജ്യത്തെ യൂറിയ ഉൽപാദനം ഏകദേശം 306 ലക്ഷം മെട്രിക് ടണ്ണായി ഉയർന്നതായും അദ്ദേഹം വ്യക്തമാക്കി. जो यूरिया हमें महंगे दामों पर विदेशों से मंगाना पड़ता है, हम उसकी भी चोट अपने किसानों पर नहीं पड़ने देते. बीजेपी सरकार सब्सिडी देकर वो भार सरकार खुद उठाती है. भारत के किसानों को सिर्फ 300 रुपए में यूरिया की बोरी मिलती है. उस एक बोरी के बदले भारत सरकार को दूसरे देशों को करीब 3,000 रुपया देना पड़ता है. രാവിലെ ഗുവാഹത്തിയിലെ പശ്ചിം ബോറഗാവിലെ സ്വാഹിദ് സ്മാരക് ക്ഷേത്രം സന്ദർശിച്ച ശ്രീ മോദി അസം പ്രസ്ഥാനത്തിലെ രക്തസാക്ഷികൾക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. യാത്രാക്കൂലി പരിഷ്കരിച്ച് ഇന്ത്യൻ റെയിൽവേ. 215 കിലോമീറ്ററിലധികമുള്ള യാത്രകൾക്ക് ഓർഡിനറി ക്ലാസിൽ കിലോമീറ്ററിന് 1 പൈസയാണ് വർദ്ധിക്കുക. മെയിൽ എക്സ്പ്രസ് ട്രെയിനുകളിൽ AC ഇതര ക്ലാസുകൾക്ക് കിലോമീറ്ററിന് 2 പൈസ വീതം വർദ്ധിക്കും. ഓർഡിനറിയിൽ 215 കിലോമീറ്റർ വരെയുള്ള യാത്രാ നിരക്കിൽ മാറ്റമില്ല. നിരക്ക് വർധന ഈ മാസം 26-ന് പ്രാബല്യത്തിൽ വരും. അമേരിക്കൻ ആശയവിനിമയ ഉപഗ്രഹമായ ബ്ലൂ ബേർഡ് ബ്ലോക്ക് 2 ISROയുടെ വിക്ഷേപണ വാഹനം ഉപയോഗിച്ച് ബുധനാഴ്ച വിക്ഷേപിക്കും. അമേരിക്കയുടെ AST സ്പേസ് മൊബൈലിന്റേതാണ് ഉപഗ്രഹം. സ്മാർട്ട് ഫോണുകളിലേക്ക് നേരിട്ട് ബഹിരാകാശ അധിഷ്ഠിത സെല്ലുലാർ ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി നൽകുന്നതിനായി രൂപകൽപ്പന ചെയ്തതാണ് ബ്ലൂ ബേർഡ് ബ്ലോക്ക് 2. അതിർത്തി സുരക്ഷാ സേനയിലെ കോൺസ്റ്റബിൾ റിക്രൂട്ട്മെന്റിൽ മുൻ അഗ്നിവീർമാരുടെ സംവരണം 10% നിന്ന് 50% വർദ്ധിപ്പിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. അഗ്നിവീർമാരുടെ ആദ്യ ബാച്ചിന് ഉയർന്ന പ്രായപരിധിയിൽ 5 വർഷം വരെ ഇളവ് ലഭിക്കും. മറ്റ് ബാച്ചുകളിലെ അഗ്നിവീർമാർക്ക് 3 വർഷം ഇളവുമുണ്ടാകും. രാജ്യത്ത് കൃത്രിമമായി ഉണ്ടാക്കുന്ന വളങ്ങൾക്കും കീടനാശിനികൾക്കുമെതിരെ പാർലമെന്റിന്റെ അടുത്ത സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കുമെന്ന് കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കൃത്രിമ വളങ്ങൾ, കീടനാശിനികൾ, മറ്റ് അനധികൃത ബയോ സ്റ്റിമുലന്റുകൾ എന്നിവയുടെ ഉൽപാദകർക്കെതിരെയും ഇവ വിൽക്കുന്ന വ്യാപാരികൾക്കെതിരെയും കർശന നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. സൺഡേ ഓൺ സൈക്കിൾ പരിപാടിക്ക് ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യതയാണ് ലഭിച്ചതെന്ന് കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ.
ശാരീരിക ക്ഷമത പ്രോത്സാഹിപ്പിക്കുന്നതിനും മലിനീകരണം കുറയ്ക്കുന്നതിനുമാണ് സംരംഭം ആരംഭിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. സൺഡേ ഓൺ സൈക്കിളിന്റെ 1ാം വാർഷികത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28-ന് രാവിലെ 11-ന്. പരിപാടിയുടെ 129-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും മൈ ജിഒവി, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ ഈ മാസം 26 വരെ അറിയിക്കാം. കേരളത്തിൽ സപ്ലൈകോയുടെ ക്രിസ്മസ് പുതുവത്സര ഫെയറുകൾക്ക് നാളെ തുടക്കമാകും. സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി GR അനിൽ തിരുവനന്തപുരത്ത് നിർവഹിക്കും. വാട്സ്ആപ്പ് അക്കൌണ്ടുകൾ ഹാക്ക് ചെയ്യുന്നതിന് ഗോസ്റ്റ് പെയറിംഗ് എന്ന പേരിൽ സൈബർ തട്ടിപ്പ് നടക്കുന്നതായി ഇലക്ട്രോണിക്സ് വിവര സാങ്കേതിക മന്ത്രാലയം. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. വിശദാംശങ്ങളിലേക്ക്. ഉപയോക്താവിന്റെ അനുമതിയില്ലാതെ വാട്സ്ആപ്പിന്റെ ഡിവൈസ് ലിങ്ക്ഡ് സവിശേഷത പ്രയോജനപ്പെടുത്തി അക്കൌണ്ടുകൾ ഹൈജാക്ക് ചെയ്യുന്ന രീതിയാണ് ഗോസ്റ്റ് പെയറിംഗ്. അതിനാൽ സംശയാസ്പദമായ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുതെന്നും മന്ത്രാലയം മാർഗനിർദ്ദേശം പുറത്തിറക്കി. പരിചയക്കാരിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശത്തിലൂടെയാണ് തട്ടിപ്പ് ആരംഭിക്കുകയെന്ന് സൈബർ വിദഗ്ധർ പറയുന്നു. സന്ദേശത്തിനൊപ്പമുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്താൽ വ്യാജ വെബ്സൈറ്റ് തുറക്കുകയും പേജിൽ പെയറിംഗ് കോഡ് നൽകുന്നതോടെ വാട്സ്ആപ്പ് ഹാക്ക് ചെയ്യപ്പെടുകയും ചെയ്യും. സുഹൃത്തിൽ നിന്നാണെങ്കിൽ പോലും പരിചയമില്ലാത്ത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുതെന്നും സംശയാസ്പദമായ വെബ്സൈറ്റുകളിൽ ഫോൺ നമ്പർ നൽകരുതെന്നും കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ശ്രീലങ്കയ്ക്കെതിരായ വനിതാ 2020 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ബൌളിംഗ് തെരഞ്ഞെടുത്തു. വിശാഖപട്ടണത്താണ് മത്സരം. ഏഷ്യ കപ്പ് അണ്ടർ-19 ക്രിക്കറ്റ് ടൂർണമെന്റിൽ പാകിസ്ഥാന് ജയം. ദുബായിൽ നടന്ന ഫൈനലിൽ 191 റൺസിന് ഇന്ത്യയെ പരാജയപ്പെടുത്തി. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. മേയർ, ഡെപ്യൂട്ടി മേയർ, മുനിസിപ്പൽ ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ എന്നിവരുടെ തെരഞ്ഞെടുപ്പ് ഈ മാസം 26-ന് നടക്കും. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി കരട് വോട്ടർ പട്ടിക ചൊവ്വാഴ്ച പ്രസിദ്ധീകരിക്കും. പട്ടികയിൽ പേരുണ്ടോയെന്ന് സമ്മതിദായകർ പരിശോധിക്കണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. എന്യൂമറേഷൻ ഫോമുകളുടെ ഡിജിറ്റൈസേഷൻ 100% പൂർത്തിയായതായും അദ്ദേഹം പറഞ്ഞു. പരാതികൾ അടുത്ത മാസം 22 വരെ സമർപ്പിക്കാം. മലയാളത്തിന്റെ അതുല്യ നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസന് വിട നൽകി കലാകേരളം. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ തൃപ്പൂണിത്തുറ കണ്ടനാട്ടെ വീട്ടുവളപ്പിൽ സംസ്കാരം നടന്നു. എല്ലാവർക്കും നന്മകൾ മാത്രമുണ്ടാകട്ടെ എന്നെഴുതിയ പേപ്പറും പേനയും ഭൌതിക ശരീരത്തിൽ വച്ച ശേഷമാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത്. ശബരിമലയിൽ ഈ മാസം 26-ന് വൈകിട്ട് 6:30-ന് തങ്കയങ്കി ചാർത്തി ദീപാരാധന നടക്കും. 27-ന് രാവിലെ 10:10-നും 11:30-നും ഇടയിൽ മണ്ഡലപൂജയും നടക്കും. ഇന്ന് വൈകിട്ട് 5 വരെ 51,144 തീർത്ഥാടകരാണ് ദർശനം നടത്തിയത്. 8,682 പേർ സ്പോട്ട് ബുക്കിംഗ് വഴിയും ദർശനം നടത്തി. ഡൽഹിയിൽ കൈക്കൂലി കേസിൽ സൈനിക ഉദ്യോഗസ്ഥനെ CBI അറസ്റ്റ് ചെയ്തു. ഡിഫൻസ് പ്രൊഡക്ഷൻസ് വകുപ്പിലെ ലഫ്റ്റനന്റ് കേണൽ ദീപക് കുമാർ ശർമ്മയാണ് അറസ്റ്റിലായത്. റെയ്ഡിൽ 2 കോടിയിലധികം രൂപയും പിടിച്ചെടുത്തതായി CBI അറിയിച്ചു. ഇദ്ദേഹത്തിന്റെ ഭാര്യയും സൈനിക ഉദ്യോഗസ്ഥയുമായ കേണൽ കാജൽ ബാലി, ദുബായിലുള്ള പ്രതിരോധ ഉൽപ്പന്ന നിർമ്മാണ കമ്പനി പ്രതിനിധികൾ എന്നിവർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ന്യൂഡൽഹിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷനിലേക്ക് അതിക്രമിച്ചു കടക്കാൻ ശ്രമം നടന്നിട്ടില്ലെന്ന് വ്യക്തമാക്കി ഇന്ത്യ. ബംഗ്ലാദേശിലെ ദിബു ചന്ദ്രദാസിന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് 25ഓളം യുവാക്കൾ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് മുന്നിൽ ഒത്തുകൂടിയെങ്കിലും പോലീസ് എത്തി സ്ഥിതി നിയന്ത്രിച്ചതായി വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങളിൽ ഇന്ത്യയുടെ ആശങ്ക ബംഗ്ലാദേശിനെ അറിയിച്ചതായും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്നതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത് ഭാരത് റോസ്ഗാർ ആന്റ് ആജീവിക മിഷൻ ഗ്രാമീൺ ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം. കഴിഞ്ഞ 10 വർഷത്തിൽ രാജ്യത്തെ യൂറിയ ഉൽപാദനം 306 ലക്ഷം മെട്രിക് ടണ്ണായി ഉയർന്നെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അസമിൽ 10,601 കോടി രൂപയുടെ രാസവളം പ്ലാന്റിന്റെ ശിലാസ്ഥാപനം പ്രധാനമന്ത്രി നിർവഹിച്ചു. യാത്രാ നിരക്ക് പരിഷ്കരിച്ച് ഇന്ത്യൻ റെയിൽവേ. നിരക്ക് വർധന 215 കിലോമീറ്ററിലധികമുള്ള യാത്രകൾക്ക്. ആശയവിനിമയ ഉപഗ്രഹം ബ്ലൂബേർഡ് ബ്ലോക്ക് 2 ISRO ബുധനാഴ്ച വിക്ഷേപിക്കും. കേരളത്തിൽ സപ്ലൈകോ ക്രിസ്മസ് പുതുവത്സര ഫെയറുകൾക്ക് നാളെ തുടക്കമാകും. വനിതാ 2020 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ശ്രീലങ്കയെ ബാറ്റിംഗിനയച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35-ന്.